ഹായ് നമസ്കാരം. മേമലക്കാരൻ ബൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവർ, ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുമ്പോഴല്ലോ, നമ്മുടെ ടൈഫോയിഡ് എസ്റ്റേറ്റിൻ്റെ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഓർമ്മകളൊന്ന് പുതുപ്പിക്കുകയാണ് കേട്ടോ. ഞാൻ ജനിച്ചു വളർന്ന വീടാണ് ഇവിടെയാണ് എൻ്റെ കുട്ടിക്കാലം. അപ്പോൾ നമ്മളൊക്കെ അന്നത്തേക്കൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഇല്ലായിരുന്നു. ഇതൊക്കെ ഭയങ്കര സെറ്റപ്പായിരുന്നു. ഇന്ന് ആധുനിക സംവിധാനം കോൺക്രീറ്റ് ആയി, കാര്യങ്ങളൊക്കെ ആയി, അവിടെ കിണറിൻ്റെ പകൊക്കെ ചുറ്റി. പക്ഷേ അന്ന് കാണുവാൻ മനോഹരതയും ഭയങ്കര എന്നാ പറയുന്നത്, കാഴ്ചകൾ ഭംഗി നിറഞ്ഞ ഒരു മേഖലയായിരുന്നു നമ്മുടെ എസ്റ്റേറ്റ് മേഖല. ഞങ്ങൾ ഇവിടെ ഇരിക്കാൻ നേരത്ത് ഇവിടെ ഒരു വേലിയായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ കുട്ടികളൊക്കെ ഇവിടെ കളിക്കും. പലയിടത്തും നമ്മുടെ ഈ പ്രദേശത്തുള്ള പിള്ളേരൊക്കെ പാട്ട് കളിക്കാൻ ഇവിടെ വരും. അല്ലെ, അപ്പുറത്ത് നമ്മുടെ ചോണച്ചനൊക്കെ ഉണ്ട്, അവിടെ പാട്ട് കളിക്കാൻ പോകും. ഇവിടെ നമ്മുടെ ജയിക്കുമാറിൻ്റെ വീടുണ്ട് അപ്പുറത്ത്, അവരൊക്കെ എല്ലാം. അപ്പം നമ്മൾ ഈ സ്ഥലത്തിൻ്റെ പ്രാധാന്യം, അന്ന് ഇവിടെ ഒരു കടയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ കട ഇപ്പം അത് ഒരപ്പര പോലെ മാറിയിരിക്കുകയാണ്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ കാശനാറാർ എന്ന് പറഞ്ഞൊരു അപ്പച്ചനുണ്ടായിരുന്നു. ആ അപ്പച്ചൻ്റെ ഒരു കടയാണെന്ന് പറയുമ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഉള്ള ഒരു കടയായിരുന്നു. അപ്പോൾ എന്ത് കാര്യങ്ങളും അത്യാവശ്യം. പിന്നെ പ്രത്യേകിച്ച് ഇത് ചായക്കടയാണ്. ചായക്കടയ്ക്കും പലചരക്കടയും താഴെ ഒരു കടയുണ്ടായിരുന്നു. അത് വിട്രായ് സാറിൻ്റെ ഒക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം അതൊക്കെ പൊളിച്ചു പോയി. അത് ഞാൻ പിന്നെ അത് കഴിഞ്ഞ് കാണിക്കാം. ഇപ്പുറത്തെ ഒരു കടയുണ്ടായിരുന്നു, നമ്മുടെ മുത്തയ്യ അപ്പച്ച എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ ജയിക്കുമാറിൻ്റെ പൊന്മണി സൂപ്രസ് എന്ന് പറഞ്ഞ ഒരു അപ്പോൾ അവരുടെ കടയുണ്ടായിരുന്നു. അത് കുറേ കടകളൊക്കെ. പക്ഷേ ഇതിൽ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പലഹാരക്കടയാണ് കേട്ടോ. പലഹാരം എന്ന് പറയുമ്പോഴല്ലോ, പണ്ട് പൂക്കേക്ക്, പിന്നെ അങ്ങനെ പോണ്ട. ഇവിടെ കടി ഇടാൻ നേരത്തെ ഈ വെള്ളിയാഴ്ച, എല്ലാ വെള്ളിയാഴ്ചകളും കടി എന്ന് പറഞ്ഞ എണ്ണച്ചട്ടി വെച്ചാലേ ഈ പ്രദേശം മൊത്തം മണക്കും. അത്ര പ്രാധാന്യമായിട്ടുള്ളൊരു ഭക്ഷണശാലയായിരുന്നു ഇത്. അപ്പം ഈ സമയത്ത് ഞാൻ കാശാടത്താത്ത ഓർക്കുന്നു, അവിടുത്തെ അമ്മച്ചി ഓർക്കുന്നു. കാരണം ഇത് ഞങ്ങളുടെ കിണറായിരുന്നു കേട്ടോ. അന്ന് കിണറ്റിൽ വെള്ളമില്ല. ഇന്ന് കിണറ്റിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അന്ന് വെള്ളമില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ കൂടി രാവും പകലും ഇരുന്ന് വെള്ളം കോരുമായിരുന്നു. പണ്ട് നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കേസോട്ട് പറയണമെങ്കിൽ ആ കാണുന്ന വയർലെസ്സിലാണ് എല്ലാവരും പെട്ടെന്ന് ഒരു അത്യാവശ്യമോ കാര്യങ്ങളൊക്കെ പറയാൻ പോകുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ സമീപകാലത്ത് വയർലെസ് ഫോണായിട്ട് നടന്നത് നമ്മുടെ കപിൽ സുഹൃത്തിൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നു. പിന്നെ അങ്ങനെ മേളി മറ്റേ പാൽത്തരമാമയുടെ പേരക്ക മരം, അതൊക്കെ നമുക്ക് പിന്നെ പറയാനാ, ഭക്ഷിക്കുവാനായിട്ടും. പിന്നെ അന്ന് നമ്മൾക്ക് കെമിക്കൽ ഇല്ലാത്ത ഭക്ഷണങ്ങളൊക്കെ ഇല്ലേ, പേരയ്ക്ക, മറ്റ് ചാമങ്ങ, അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് മറ്റു വിഷയത്തിൽ പറയുമ്പം ഇതിൽ കുറേ പ്രാധാന്യങ്ങളുണ്ട്. ഞങ്ങളുടെ കുട്ടിക്കാലത്തിലെ കളിയും കളിത്തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വീഡിയോയിലോട്ട് പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നമ്മുടെ ക്ലബ്ബും കാര്യങ്ങളും, അവിടുത്തെ ഗോൾഫ് ഗ്രൗണ്ട്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ആമുഖമായിട്ട് ഇത് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ കുട്ടിക്കാലത്ത് ഓർമ്മയിൽ മഹാനിധിയായിട്ടുള്ളൊരു ഓർമ്മ നിറഞ്ഞ ഒരു പള്ളിയാണ്, ദേവാലയമാണ് കേട്ടോ. സാൽവേഷൻ ആർമി. ഇത് എൻ്റെ കുട്ടിക്കാലത്താണ് ഇത് പണിയുന്നത്. ഞാൻ ഒരു 3-4 വയസ്സുള്ള സമയത്താണ് ഇവിടെ പണി നടക്കുന്നത്. കണ്ട ആവറാനപ്പച്ചൻ, അതുപോലെ പൊന്മണി അപ്പച്ചൻ, ഇവരൊക്കെ ഉള്ള സമയത്താണ് ഈ പള്ളി സ്ഥാപനം ഉണ്ടാകുന്നത്. മേളിലാണ് അതിന് കല്ല് കെട്ടുന്നത് കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ ചെറിയ കല്ല് ഇങ്ങനെ തലവെടുത്തോണ്ട് വരും. അതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇന്ന് ഇതിൻ്റെ മാറ്റങ്ങളൊക്കെ. ഞങ്ങൾ കൈക്കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ഒരു കപ്പ്യാറണ്ണൻ ഉണ്ടായിരുന്നു കേട്ടോ. പേര് എസ്.കെ. പണ്ണനാണ്. എസ്.കെ. പണ്ണൻ എപ്പോഴും പള്ളി വരും, പള്ളി വൃത്തിയാക്കാൻ വരും. അപ്പോൾ ഞങ്ങളും വൃത്തിയാക്കാനായിട്ട് ഇവിടെ കൂടുമ്പോൾ ഇവിടെ ഞങ്ങൾ കളിക്കാനായിട്ട് താഴെ ഗ്രൗണ്ടിൽ പോകാനായിട്ട്, അവിടെ വലിയ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നത് ഞങ്ങൾ കുഞ്ഞു കുട്ടികൾ ഇവിടെ വന്ന് കളിക്കും. അപ്പം കളിക്കാനായിട്ട് അപ്പം അന്ന് പറയുന്ന ഇവിടുത്തെ സാൽവേഷൻ ആർമി എന്ന് പറയുമ്പം അവരെ അഭിസംബോധന ചെയ്തത്, പുരോഹിതന്മാരെ അഭിസംബോധന ക്യാപ്റ്റൻ അങ്ങനെയൊക്കെയാണ്. അപ്പം ക്യാപ്റ്റൻ എന്ന അയ്യ ഉണ്ടായിരുന്നു. അവർ ഞങ്ങളിവിടെ വരുന്ന നേരത്ത് സാംകുട്ടിയ, അവരൊക്കെ എൻ്റെ കാലത്തുണ്ടായിരുന്നു. അവരൊക്കെ വരുന്ന നേരത്താണ് ഞങ്ങളിവിടെ കളിക്കുന്നതൊക്കെ. അപ്പം അങ്ങനെ ഒരു അനുഭവ സമ്പത്ത് നിറഞ്ഞ ഒരു ദേവാലയമാണ്. പ്രത്യേകിച്ച് അനുഗ്രഹപ്രദമായിട്ടുള്ള ടൈഫോയിഡ് എസ്റ്റേറ്റിനെ ഒരു നല്ലൊരു അനുഗ്രഹമായിട്ടുള്ള ദേവാലയമാണ് ഇതിൻ്റെ കേട്ടോ. ഓണം എന്ന് പറഞ്ഞാൽ ഈ ചൂളമരത്തിന് ഏറ്റവും പ്രാധാന്യമാണ്. കാരണം ഓണം ക്രിസ്മസ് വരുമ്പോൾ ചൂളമരത്തിൻ്റെ ചെറിയൊരു ഇതൊക്കെ വെട്ടി ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകും. പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ അപ്പുറത്തെ ഒരു ചൂളമരം ഉണ്ടായിരുന്നു, ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇവിടെയാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. ഞങ്ങൾ ഈ മേഖലയിലെ സർവ്വത്ര കുട്ടികളും ആണും പെണ്ണും അടക്കം സർവ്വത്ര പേര് ഇവിടെ വരും ഊഞ്ഞാലാടാൻ. അപ്പം ഊഞ്ഞാലാടെന്ന് വെച്ചാൽ വലിയ വടത്തിലാണ് ഊഞ്ഞാൽ കെട്ടുന്നത്. ഊഞ്ഞാൽ കെട്ടുമ്പോഴോ അതിൽ ഊഞ്ഞാലാടുന്ന വിദഗ്ധന്മാരുണ്ട്. വിദഗ്ധന്മാരെന്ന് പറയുമ്പം കുഞ്ഞാലി അണ്ണൻ, മറ്റേ ശിവൻ സാറ്, അതുപോലെ തന്നെ നമ്മുടെ ഗണേശണ്ണൻ, പിന്നെ ആച്ചപ്പൻ, ചോണച്ചൻ, അങ്ങനെ കുറേ ടീമുകളുണ്ട് കേട്ടോ. ഇതിൽ വെറൈറ്റി ആണ്. ഇപ്പോൾ സുരേഷ് അണ്ണൻ, നമ്മുടെ ഇവിടുത്തെ സുരേഷ് അണ്ണൻ, അങ്ങനെ കുറേ ടീമുകളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. എന്നാൽ പോലും ആ ഓർമ്മകളൊന്ന് അയവിറക്കിയപ്പോൾ ഇവരുടെ പേരുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് ലോങ് ആയിട്ടാണ് എടുത്തത്. ലോങ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിശദീകരണമുണ്ട്. അതിൻ്റെ ഒരു മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണെങ്കിൽ ചിലവരൊക്കെ ഷോർട്ട് വീഡിയോയിൽ എടുത്തത്, പക്ഷെ നമ്മൾ അങ്ങനെയല്ല ഇടുന്നത്. അപ്പോൾ ഞങ്ങൾ നമ്മളൊരു ചുളമരം വന്നു അല്ലേ. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കവാടത്തിലാണ് വന്നിരിക്കുന്നത്. പറയാൻ കാരണം അറിയോ,
പണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളിലൊക്കെ കാർത്തിക മാസം ദീപം തെളിയിക്കത്തില്ലേ, അന്നേരത്ത് ഞങ്ങൾ ചൂട്ട് കത്തിക്കും വീടുകളിലൊക്കെ. അപ്പൊ എല്ലാവരും പിള്ളേർ സെറ്റൊക്കെ. അപ്പം ജാതി മത ചിന്തകളൊന്നും ഇല്ലല്ലോ. അവൻ ക്രിസ്ത്യാനി, ഇവൻ ഹിന്ദു, അല്ലെങ്കിൽ ഇവൻ മുസ്ലിമാൻ, അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പം എല്ലാവരും അവിടെ നിന്ന് ഓടി വന്ന് ചൂട്ടൊക്കെ കത്തിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തൃക്കാർത്തിക ജയ് ജയ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് വരും. തൃക്കാർത്തിക വന്ന് ഇവിടെ ചൂട്ട് കത്തിച്ച് അവിടെ കത്തിച്ച് ഇവിടെ വന്നാൽ കെടുത്തുന്നത്. പിന്നെ ഇതിന്റെ പ്രാധാന്യം ഇവിടെ വന്നാൽ കെടുത്തത് കേട്ടോ. ഇത് ചോളമരമാണ്. ഇപ്പൊ ഇന്നൊക്കെയാണ് ഇത് കെട്ടി ഇങ്ങനെ ഒരു ചെറിയൊരു സെറ്റപ്പൊക്കെ ആക്കിയത്. പക്ഷെ അന്ന് കുറച്ചുകൂടെ നാച്ചുറൽ ആയിരുന്നു. ഇപ്പൊ ഞങ്ങൾ കുട്ടിക്കാലത്ത് പഠിക്കാൻ പോകുന്നത് ഏലപ്പാറ സ്കൂളിൽ പഠിക്കാൻ, അത് 4ാം ക്ലാസ് പഠിക്കുന്നത്. 4ാം ക്ലാസ് കഴിഞ്ഞാൽ 5ാം ക്ലാസ് പഠിക്കാൻ പോകുന്നത് ഏലപ്പാറയിലോട്ടാണ്. ഞങ്ങളെല്ലാവരും ഇതിലേക്കൂടെ നടന്നു വരും, എല്ലാവരും കൂട്ടായി. ഇന്ന് നടന്നു പോകുന്നവരൊക്കെ ചുരുക്കമാണ്. നടന്നു പോയാൽ പല പല ഭവിഷ്യത്തുകൾ ഉണ്ടാകുന്നു, പല പല ആപത്തുകൾ ഉണ്ടാകുന്ന കാഴ്ചകളായതുകൊണ്ട് ഇപ്പം പോകുന്നില്ല. എന്നാൽ ഞങ്ങളുടെ മാതൃകയാണെന്ന് ഞങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞോണ്ട് ഞങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ മാതൃകാപരമായിട്ട് ജീവിതമായിരുന്നു. ഈ ചൂളമരം ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ എസ്റ്റേറ്റിലെ ആൾക്കാർ ചന്തയ്ക്ക് പോയിട്ട് തിരിച്ച് ഇതിലേക്കൂടെ തലച്ചുമടായിട്ടാണ് അരിയും അത് പഞ്ചസാര മറ്റ് സാധനങ്ങളും പിന്നെ പലചരക്ക് സാധനങ്ങൾ, ഇറച്ചി, മീൻ, മറ്റത് മറിച്ച് എല്ലാം ചുമന്ന് ഇതിലേക്കൂടെ വരത്തുള്ളൂ. ഇവിടെ വരുമ്പോഴാണ് ഇവർക്കൊരു ആശ്വാസമൊക്കെ കിട്ടുന്നത്. ഇവിടെ വന്ന് അങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ ഇരുന്ന് അവർ കുറച്ച് കുശലം വർത്തമാനങ്ങളൊക്കെ ഞങ്ങളുടെ മാതാപിതാക്കളാണ് കേട്ടോ. കുശല വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ ചോളമരത്തിന്റെ ആ തണല് വളരെയേറെ ആശ്വാസവും എന്നാ പറയുന്നത്, നമ്മൾ മിനറൽ വാട്ടർ കുടിക്കുന്ന ഒരു പവറാണ്. അത്രമാത്രം പവറാണ് ഈ ചൂളമരത്തിന്റെ കീഴിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇതിലെ താഴെക്കൂടെ പോകുമ്പോൾ നമ്മൾ ക്ലബിലോട്ടാണ് പോകുന്നത്. ക്ലബ് എന്ന് വിശദീകരിക്കുന്ന പറയുമ്പോൾ മാനേജ്മെന്റ് ക്ലബ്ബാണ് താഴോട്ട് പോകുമ്പോൾ. അവിടെ ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ട്, അപ്പുറത്ത് ഗോൾഫ് ഗ്രൗണ്ട് ഉണ്ട്, പിന്നെ താഴെ ടെന്നീസ് കോർട്ട് ഉണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രകൃതി. അത് ഞങ്ങൾ പോകുന്നതിന്റെ വിശേഷമാണ് ഞാൻ കാണിക്കുന്നത്. അവരൊരു പ്രാധാന്യം അവർ ക്ലബ്ബ് മാനേജ്മെന്റ് പോകുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ കുട്ടിക്കാലമാണ് ഞങ്ങൾ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞത് ഓർമ്മപ്പെടുത്തുന്നത്. പീരുമേട് ക്ലബ്ബ് ഇത് മാനേജ്മെന്റ് ക്ലബ്ബാണ് കേട്ടോ. അത് മറ്റുള്ളവർക്ക് ആർക്കും പ്രവേശനമില്ല. ഇത് ഇവിടുത്തെ മാനേജ്മെന്റുകൾക്ക് ഇതിൽ മെമ്പർഷിപ്പ് ഉള്ള വ്യക്തികൾക്ക് മാത്രമേ ഇവിടെ കയറത്തുള്ളൂ. പക്ഷേ ടൈഫോയിഡ് എസ്റ്റേറ്റിലെ കുറേ കുട്ടികൾക്ക് അവർക്കൊപ്പം ഇവിടെ കയറുവാൻ അവസരമുണ്ട്. ഭയങ്കര ആഘോഷമായിരിക്കും കേട്ടോ. അത് മാനേജ്മെന്റ് ആഘോഷങ്ങളായിരിക്കും. ഇന്നൊക്കെയാണ് നമുക്ക് ഫെസിലിറ്റി ആയിട്ട് വണ്ടി ആയിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ വരുമ്പോൾ കുട്ടിക്കാലത്ത് വരുമ്പോൾ ഓടി കളിച്ച് ചാടി മറിഞ്ഞൊക്കെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ അവർ ജോലിക്കാർ കാണുമായിരിക്കും, പക്ഷെ നമുക്ക് അകത്തോട്ട് പോകുന്നില്ല. എന്തായാലും നമ്മൾ അതിന്റെ പുറമേ ഉള്ള കാഴ്ചകൾ പറയുകയാണ്. അപ്പോൾ 30 വർഷത്തെ പുറകോട്ടാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. 30 വർഷത്തിന്റെ പുറകോട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, പഠിക്കുമ്പോൾ നമ്മൾ ഇന്ന് പിള്ളേരൊക്കെ മദ്യപാനത്തിനും മയക്കുമരുന്നിനും മറ്റ് ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം വളരെ വിലപ്പെട്ടതാണ്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ അത് സമയം പാഴാക്കുകയാണ്. ഞങ്ങളന്ന് കിട്ടുമ്പോൾ നമ്മൾ കളിക്കുകയാണ്, സ്പോർട്സ്. അപ്പോൾ പ്രാധാന്യം കളിയും ഓട്ടം ചാട്ടം അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ. ഈ ക്ലബിൻ്റെ ഈ പ്രദേശം ഈ മരങ്ങളൊക്കെ കാണുന്നില്ലേ, ഇവിടെ ചക്ക പറിക്കാൻ വരും. കർണാവലി മരം, അപ്പുറത്ത് കർണാവലി മരം ഉണ്ട്. കർണാവലി മരം, ചക്ക, വെടിപ്പില ഇങ്ങനെയൊക്കെ പറിക്കാതെ ഞങ്ങൾ അന്നേരത്ത് നമുക്ക് സമയം കിട്ടുമ്പോൾ എല്ലാ പിള്ളേരും ഇങ്ങനെ ക്ലബിലോട്ടും ഈ കാർഡിലൊക്കെ ഞാൻ കാണത്തുള്ളൂ കേട്ടോ. മറ്റ് കപട ചിന്തകൾ, അതായത് കക്കാൻ പോകണം, പിക്കണം, ഇവനെ തല്ലണം, അല്ല അങ്ങനത്തെ ഉള്ള ഒരു മറ്റുള്ള രീതിയിലുള്ള ഒരു കപട ചിന്ത ഈ അന്നത്തെ ദിവസം നമുക്കില്ല. നമുക്ക് ഒന്നി സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ആർഭാടത്തിന്റെ ദിവസമാണ്. നമ്മുടെ മാതാപിതാക്കൾ തപ്പി വരുമ്പോൾ ഇവിടെ നമ്മുടെ ചെറുക്കൻ അവിടെ ക്ലബ് വൈകുന്നേരം വരും, വീട്ടിൽ വരും. ഇന്നത്തെ കുട്ടികൾ തപ്പി നോക്കാൻ നേരത്ത് വീട്ടിൽ വരുമോ എന്നുള്ള സംശയമാണ്. പണ്ട് ഫുട്ബോളും ക്രിക്കറ്റൊക്കെ വേൾഡ് കപ്പ് കാണുന്ന ടിവികളൊക്കെ പ്രധാനപ്പെട്ട ടിവികളുടെ സ്ഥലത്തൊക്കെ കാണത്തുള്ളൂ. അപ്പം നമ്മളന്നേരം കൂട്ടുകൂടി കളി കാണാൻ വേണ്ടി കളർ ടി വി കാണാം. അപ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. കളർ ടി വി കളി കാണണമെങ്കിൽ നമ്മൾ ക്ലബ്ബ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ ക്ലബ്ബിലാണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ കാണത്തുള്ളൂ, കാരണം അവിടെ കളി കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള കാലഘട്ടമായിരുന്നു കേട്ടോ. അപ്പം കുറച്ചുകൂടെ കായികപരമായിട്ടുള്ള ഒരു ഓട്ടം ചാട്ടം ഉള്ളവരൊക്കെയാണ് ഈ ടെന്നീസ് കോർട്ടിലോട്ട് വിളിക്കുന്നത്. ഇതൊക്കെ കൂടെ അവർ ഇറങ്ങി വരും. ഇത് ടെന്നീസ് കോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇപ്പം നിലവിൽ ഇത് എസ്റ്റേറ്റിൻ്റെ അകത്ത് ഉള്ളതൊക്കെയൊന്നുമുണ്ട്. ഇപ്പം വാച്ചർ ആരും കണ്ടില്ലല്ലോ, അല്ലെങ്കിൽ ചോദിച്ച് നമ്മൾ അകത്തോട്ട് കയറാമായിരുന്നു. പക്ഷെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കയറുന്നില്ല, കാരണം അവരുടെ പ്രോപ്പർട്ടി സ്ഥലമല്ലേ. അപ്പം അതുകൊണ്ട് ഇതാണ് ഇതിൽ താഴെ കൂടെ പോകുമ്പോൾ ടെന്നീസ് കോർട്ട് കാണാൻ പറ്റും. അവിടെയാണ് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ എന്തെങ്കിലും അവസരം കിട്ടുവാണെങ്കിൽ നമ്മൾ കാണിക്കാം. എന്നാൽ പറഞ്ഞു വരുന്നൊരു ഉപമയെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ ടെന്നീസ് കളി. പിന്നെ നമ്മൾ മേലോട്ട് പോകുന്നത് വിഷയമില്ല, കാരണം ഈ ഗേറ്റുകളൊക്കെ ഇടാൻ കാരണം എന്നതറിയോ, പണ്ട് ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇന്നത്തെ ദിവസം ഗേറ്റ് ഇടുന്ന പറഞ്ഞപ്പോൾ എല്ലാവർക്കും പേടിയാണ്. വരുന്നവരെല്ലാം ഈ സംഭവങ്ങളൊക്കെ അകത്തോട്ട് കയറി ദുരുപയോഗം ചെയ്യും. മദ്യപിച്ച് കുപ്പി അവിടെ ഇടും, അവിടെ ഇവിടെ എടുക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ തൊഴിലാളികൾക്ക് അത് ഏറെ ഉളവാക്കുന്ന ഒരു സംരംഭം ആയതുകൊണ്ട് മാത്രമാണ് ഇവർ ഗേറ്റ് കയറി സംരക്ഷണ ഭിത്തിയിലാക്കിയിരിക്കുന്നത്. വെയിലായതുകൊണ്ട് ഞാനിച്ചിരി നമ്മൾ വെള്ളം അവിടുത്തെ കരുതി വന്നായിരുന്നു. അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും മുന്നിൽ പരിചയപ്പെടുന്നത് ചെങ്കപ്പ സാറ്, മച്ചയ സാറ്, രാജ മാനേജർ, അതുപോലെ സ്റ്റാൻലി പെരർ സാറ്,
ജോബ് സാറ്, മൈക്കിൾ കലൂർ ജോസഫ് സാറ്, അങ്ങനെ നമ്മുടെ രാജേന്ദ്ര മാനേജർ, അങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നു. അവരുടെ പിള്ളേരൊക്കെ കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ ടീ എന്ന് പറയുന്ന ചെറിയ സാധനമുണ്ട്. ആ ടീക്കകത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് അതിനകത്താണ് ഈ ബോൾ വയ്ക്കുന്നത്. അപ്പം ഗോൾഫ് സ്റ്റിക്ക് ഉണ്ടല്ലോ, സ്റ്റിക്ക് വെച്ചിട്ട് അവർ, അപ്പം നമ്മൾ സൈലൻ്റ് ആയിരിക്കണം. സൈലൻ്റ് ആയിട്ടിരുന്നിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. അതാണ് ഒന്നാം കുളം. മനസ്സിലായോ? അപ്പോൾ ഒന്നാം കുളം എന്ന് പറയുമ്പോൾ ഈ ഗോൾഫ് അപ്പോൾ അത്ര ലോങ്ങിൽ ഏറ്റവും കുറഞ്ഞ പോയിന്റിൽ എടുക്കുന്ന ആൾക്കാരാണ് വിജയം. അപ്പം ഇവിടെ നിലവിൽ ഇതിൻ്റെ ഗോൾഫ് ലിങ്, അപ്പം നമ്മളിത് പറയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഗോൾഫ് കുളം 1 മുതൽ 10 കുളമുണ്ട്. ഈ 10 കുളത്തിലും ഏറ്റവും കുറഞ്ഞ പോയിന്റ് എടുക്കുന്നവരാണ് വിജയികൾ. അങ്ങനെയാണ് ഒരു മത്സരം വയ്ക്കുന്നത്. ഇവിടെ നിന്നാണ് ഈ ഷോട്ട് അടിക്കുന്നത്. നേരെ ഒറ്റ അടിക്ക് ചിലപ്പം ആ ഗോൾഫിൻ്റെ ആ കൊടി കാണുന്നില്ലേ, അതാണ് നമ്മൾക്ക് ദിശ. മേളിൽ കാണുന്നില്ലേ, അങ്ങനെ കാണുന്നുണ്ട്. അവിടെ ദിശ 1, അങ്ങ് പോകുമ്പോൾ 2, അവിടെ പോകുമ്പോൾ 2, പിന്നെ അങ്ങനെ പോയി അവിടെ നിന്നാണ് പിന്നെ ഇങ്ങോട്ട് അടിക്കുന്നത് 3. അങ്ങനെ 3 അല്ല, ഇത് 10-ാം കുളം ആയിട്ട് വരും. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്കുകളൊക്കെ കേട്ടോ. അപ്പം ഇതെന്ന് പറയുമ്പം ആ സാധനം എടുക്കുന്ന പറഞ്ഞാൽ ഒരു പ്രത്യേകിച്ച് വൈബാണ്. നമ്മൾ ടി വിയിലൊക്കെയാണ് ഈ സ്പോർട്സിൻ്റെ ഐറ്റംസ് കാണുന്നത്. പക്ഷേ നേരിൽ ഞങ്ങളുടെ അനുഭവത്തിൻ്റെ പാഠങ്ങളാണ് പങ്കുവച്ചത്. ഈ കാണുന്ന പച്ചപ്പ് നിറഞ്ഞതായിട്ടുള്ള ഈ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടാണ്. നമ്മുടെ പ്രദേശത്തെ ഏറ്റവും വലിയ ഗ്രൗണ്ടും ഇത് തന്നെയാണ്. അപ്പം ഈ ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പ്രാധാന്യം മനോഹരമായിട്ടുള്ള ടൂർണമെൻ്റ് ഇവിടെ നടന്നതാണ്. ഈ ടൂർണമെൻ്റ് എന്ന് പറയുമ്പോൾ കോട്ടയം, പിന്നെ പാല, കുമളി, ബോണാമി, വാഗമണ്ണ്, ചീന്തലാറ്, CVS ചീന്തലാറ്, അങ്ങനെ ഒട്ടനവധി പ്ലേയേഴ്സ്. പ്രത്യേകിച്ച് ഈ കളിയിൽ ഇവിടെ പറഞ്ഞാൽ നല്ല കളിക്കാർ, നല്ല സ്പോർട്സ് താരങ്ങൾ, ഇന്ത്യൻ കളിക്കാരനൊക്കെ NB പ്രദീപ് വരെ ഇവിടെ വന്ന് കളിക്കാൻ വന്നതാണ്. ഇവിടുത്തെ ഗ്രൗണ്ടിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളിൽ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒതിച്ചു വരുന്നത് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ എക്കാലത്തെ മികച്ച കളികൾ കാഴ്ചവെച്ച ബ്രോണി അണ്ണൻ, ശശുഅമ്മ, വിൽസൺ അണ്ണൻ, ജഗദീഷ് അണ്ണൻ, ദാനിയൽ ചക്രവർത്തി, പിന്നെ കന്തപൂർ അണ്ണൻ, ജയകുമാർ അണ്ണൻ, അങ്ങനെ ഒട്ടുമിക്ക പിന്നെ പറയപ്പെടുന്നതായിട്ടുള്ള ഞങ്ങളുടെ അച്ചാച്ചി വരെ ഇവിടെ കളിച്ച ഈ ഗ്രൗണ്ടാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ചാച്ചി പഠിച്ച സ്കൂളുമാണ് പ്രത്യേകിച്ച് കേട്ടോ. അപ്പം ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഓർമ്മപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ഈ സ്കൂളിൽ പഠിച്ചിരിക്കുന്നതായിട്ടുള്ള നജീബ്, അതുപോലെ ഒട്ടനവധി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, മനു, അജിമോൻ, ഉപ്പോളത്തെ അജി ഒക്കെ, ഇവരൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എങ്ങനെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയാണെങ്കിൽ ഇത് നമ്മളിപ്പോൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ അമ്പലമാണ്. ടൈഫോയ്ഡ് എസ്റ്റേറ്റിൽ ആദ്യം തുടങ്ങി പോകുമ്പോഴേ നമ്മൾ അമ്പലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലോട്ട് പോകുന്നത്. ടൈഫോയ്ഡ്, ഉപ്പോളം, അങ്ങനെ പിന്നെ പോകുന്നത്. എന്നാൽ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് പറയുകയാണ്, ഈ ടൈഫോയ്ഡ് അമ്പലത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പിന്നണി ഗായകരായിട്ടിരിക്കുന്ന TN സൗന്ദരാജ് അവർ വരെ ഇവിടെ വന്ന് ഗാനമേള നടത്തി. അതുപോലെ വിൽസറായ് സാർ, അങ്ങനെ ഒട്ടനവധി പാല മൂൺലൈറ്റ്, അതുപോലെ എന്നാ പറയുന്ന ആലപ്പുഴ ഫ്ലൂ ടൈം, അങ്ങനെ ഒത്തിരി വിദഗ്ധ ഗാനങ്ങളൊക്കെ ടീമുകളൊക്കെ, നല്ല അറിയപ്പെടുന്ന ഗാനമേള ടീമുകളൊക്കെ വന്ന് മനസ്സിനെ ആസ്വാദനം കൊള്ളുമയേകിയ ഒരു ഭക്തി നിർഭരമായിട്ടുള്ള ഒരു അമ്പലമാണ് മാരിയമ്മൻ ക്ഷേത്രം. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ടൈഫോയ്ഡ് എസ്റ്റേറ്റിൻ്റെ ഞങ്ങളുടെ കുട്ടിക്കാലത്തിന് ഓർമ്മകളാണ് ഇത്ര നേരം പങ്കുവച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും അവസാനവും ഏറ്റവും തുടക്കവും ഉള്ള ഈ സ്ഥലം എന്ന് പറയുമ്പോൾ ഇത് നമ്മുടെ കാണപ്പെടുന്നത് ടൈഫോയ്ഡ് എസ്റ്റേറ്റിലെ ഹോസ്പിറ്റലാണ്. ഞങ്ങളുടെ ഓർമ്മയിൽ എന്നും നിലനിൽക്കുന്ന ഹോസ്പിറ്റലാണിത്. ഒന്ന് വീണാൽ ഉടനെ ഓടിയെത്തുന്നത് ഈ ഹോസ്പിറ്റലിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ഒത്തിരി വീഡിയോ ഇട്ടത് കൊണ്ടാണ് ഞാൻ ഷോർട്ടായിട്ട് ചുരുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുന്ന് കടന്നു പോയിരിക്കുന്ന ഒട്ടനവധി സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, സഹപാഠികളുണ്ട്, സ്നേഹിതരുണ്ട്. പേര് എല്ലാവരും എടുത്തു പറയാൻ പറ്റുന്നില്ലായിരുന്നു, പക്ഷേ ഓർമ്മയിൽ വന്ന പേരുകളാണ് അത്യാവശ്യം ഞാൻ സൂചിപ്പിച്ചത്. അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.